ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏഴാമത്തെ ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ് +2 മാത്തമാറ്റിക്സിലെ ഏഴാമത്തെ ചാപ്റ്റർ. അതിനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചോ, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ ലോഗ് എക്സിനെ അല്ലേ, ലോഗ് എക്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും ലോഗ് എക്സും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇൻ്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് 1 എടുക്കും. എന്നിട്ട് എന്ത് ചെയ്തു? ലോഗ് എക്സിനെ ലോഗ് എക്സ് ഇൻറ്റു 1, ലോഗ് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എക്സ് തന്നെയാണ്, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യും. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അത് യൂസ് ചെയ്യുമ്പോൾ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈലൈറ്റ് എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇൻവേഴ്സ്, ലോഗരിതമിക്, ആൾജിബ്രൈക്, ട്രിഗ്നോമെട്രിക്, എക്സ്പോണൻഷ്യൽ. ഇതിനകത്ത് ലോഗ് എക്സ് ലോഗരിതമിക് ആണ്, 1 എന്ന് പറഞ്ഞത് ആൾജിബ്രൈക്കും ആണ്. അപ്പോൾ ഏതാ ആദ്യം വരേണ്ടത്? ലോഗ് എക്സ്. ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. എങ്ങനെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. എന്നിട്ട് ഈ കിട്ടുന്ന റിസൾട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം വീണ്ടും. ക്ലിയർ ആണെന്ന് ഇരിക്കണം. ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡി എക്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1/x, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1 എത്രയാ? എക്സ്. അപ്പോൾ ഇത് കട്ടാവും ഇവിടെ. അപ്പോൾ ആൻസർ എന്താ വരിക? ലോഗ് എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് ഇവിടെ ഇനി ബാക്കി എന്താ ഉള്ളത്? എക്സും എക്സും കട്ടായ 1 അല്ലേ, 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? എക്സ് പ്ലസ് സി. ഇതായിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ ഏതാ വരിക? ഓപ്ഷൻ സി ആയിരിക്കും വരിക, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ √1 + sin 2x ആണുള്ളത്. അപ്പോൾ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ഉള്ളിൽ ട്രിഗ്നോമെട്രിക് റിലേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ഇതിനെ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. 1 + sin 2x എന്ന് കണ്ടാൽ ഇതിന് എനിക്ക് എന്ത് എഴുതാം? 1നെ sin² x + cos² x പ്ലസ് sin 2xനെ 2 sin x cos x എന്ന് എഴുതാം. ഇത് ശരിക്കും എന്താ? a² + b² + 2ab എന്ന് വെച്ചാൽ a + b ഹോൾ² ഫോർമാറ്റായി. അപ്പോൾ എന്താ വരിക? sin x + cos x ഹോൾ². അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് sin x + cos x ഹോൾ². അപ്പോൾ ഇവിടെ സ്ക്വയറും ഉണ്ട് സ്ക്വയർ റൂട്ടും ഉണ്ട്, രണ്ടുകൂടെ ക്യാൻസൽ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എന്തായി മാറിക്കോളും? ഇൻ്റഗ്രൽ sin x + cos x dx എന്നാവും. sin x-ൻ്റെ റിസൾട്ടും cos x-ൻ്റെ റിസൾട്ടും നമുക്കറിയാലോ. sin x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് cos x പ്ലസ് cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin x + c. അപ്പോൾ ആൻസർ ഏതാ വരിക? sin x - cos x + c. അപ്പോൾ ആൻസർ ബി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ e⁻tan 1x/1 + x². ഓപ്ഷൻസ് ഇതാ, ചെക്ക് ചെയ്ത് നോക്ക്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പം ഇവിടെ e⁻tan 1x താഴത്തുള്ളത് 1 + x² ആണ്. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവേണ്ടത് tan 1x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x². അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? tan 1x-ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ ഇത് മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻ്റഗ്രേഷനിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഫംഗ്ഷൻ കിട്ടി tan 1x, ഇതിൻ്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ട് അത്രേ 1/1 + x². അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷൻ എന്ത് കൊടുക്കും? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് tan 1x = t ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/1 + x² × dx = dt. ക്വസ്റ്റ്യൻ എന്തായി? ഇൻ്റഗ്രൽ e⁻tan 1x-ന് t, ബാക്കി 1/1 + x² dx എല്ലാം കൂടെ എന്തായി മാറും? dt. അപ്പോൾ e⁻t-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമല്ലേ? e⁻x-ൻ്റെ ഇൻ്റഗ്രൽ എന്താ? e⁻x. അപ്പോൾ e⁻t വിത്ത് റെസ്പെക്ട് ടു t ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? e⁻t + c. അപ്പോൾ ആൻസർ കിട്ടി. ടീൻ്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, e⁻tan 1x + c. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിൽ 1/, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റാണ്. ഇങ്ങനെ 1 / ക്വാഡ്രാറ്റിക് ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ മാറ്റും. x² - 4x + 5നെ നമ്മൾ എന്ത് എഴുതും? x² -
4x പ്ലസ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 4, 4ൻ്റെ ഹാഫ് എടുക്കുക എത്ര 2, 2ൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും, 2ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യും, പ്ലസ് 5. ഇത് രണ്ടും കൂടെ പ്ലസും മൈനസും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല, വാല്യൂവിന് മാറ്റമൊന്നും സംഭവിക്കില്ല. ഇതെന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2ൻ്റെ വാല്യൂ എന്താവും? എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 4 പ്ലസ് 5 പ്ലസ് 1 ഇങ്ങനെ മാറും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവും എന്നറിയോ? ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇത് ഏത് ഫോർമാറ്റാണ്? 1/x² പ്ലസ് a². ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് a² dx ഇസ് ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ് x/a. ഇതാണ് റിസൾട്ട് പ്ലസ് c. ഓക്കെ, ഇങ്ങനത്തത് 3 ടൈപ്പ് ഉണ്ടാവും. 1/x² പ്ലസ് a², x² മൈനസ് a², a² മൈനസ് x². ഇങ്ങനത്തെ 3 റിസൾട്ടുകളാണ് ഉണ്ടാവുക. 3 റിസൾട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, NCERTയിൽ എല്ലാ റിസൾട്ട്സും കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് പഠിക്കണം 3 റിസൾട്ടും. അപ്പം നോക്ക്, ഇവിടെ എന്താ ഉള്ളത്? 1/x² പ്ലസ് a² ഫോർമാറ്റ് അല്ല, പക്ഷേ എക്സിന് പകരം എന്താ ഉള്ളത്? x മൈനസ് 2 ആണ്, എക്ക് പകരം എന്താ ഉള്ളത്? 1 ആണ്. അപ്പോൾ ആൻസർ 1/1 tan ഇൻവേഴ്സ് x/a. അപ്പോൾ x മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് c. ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും, ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 2. ഇതിൽ എൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് ബാക്കിയുള്ള ടേംസ് ഒന്നും കാണാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യനിൽ e⁻x × 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നിങ്ങൾ നോക്കേണ്ടത് ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു, ഞാനിത് ഉള്ളിലോട്ട് ഈ സീക്ക് എക്സിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആദ്യത്തെ ടേം എന്തായി? സീക്ക് എക്സ്. പിന്നത്തെ ടേം എന്താവും? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഇവിടെ സീക്ക് എക്സും ഇവിടെ സീക്ക് എക്സ് ടാൻ എക്സും വന്നില്ലേ? നമുക്ക് ഓർക്കേണ്ട ഒരു റിസൾട്ട് ഉണ്ട്. e⁻x ഇൻറ്റു ഒരു എഫ് ഓഫ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരിക e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ്. എന്താ വരേണ്ടത്? ഒന്ന് എഫ് ഓഫ് എക്സും ഒന്ന് അതിൻ്റെ ഡെറിവേറ്റീവും. ഇവിടെ കണ്ടോ, ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ്. കാരണം എന്താ? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ ഈ ഫോർമാറ്റിലല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ആൻസർ എന്താ വരിക? e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സിന് പകരം എന്താ ഉള്ളത്? സീക്ക് എക്സ് പ്ലസ് സി. ഇതായിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ശരിക്കും വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ളൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്നുള്ളതാണ് ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻ്റഗ്രൽ 1 to √3 1/1 പ്ലസ് x². ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഏതിൻ്റെ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് √3. അപ്പോൾ ടാൻ ഇൻവേഴ്സ് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ √3 മൈനസ് ടാൻ ഇൻവേഴ്സ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1ഉം. ടാൻ ഇൻവേഴ്സ് √3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/3 60 ഡിഗ്രി മൈനസ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി π/4. അപ്പോൾ ക്രോസ് ചെയ്താൽ 4π മൈനസ് 3π π/3 × 4 12. 4π മൈനസ് 3π π/2 മൾട്ടിപ്ലൈ ചെയ്താൽ 12. ക്ലിയർ അല്ലേ? അപ്പോൾ ആൻസർ ഏതാ വരിക? ഡി ഓപ്ഷൻ ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 7ാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കോസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? സൈൻ എക്സ്. അപ്പർ ലിമിറ്റ് π/2, ലോവർ ലിമിറ്റ് മൈനസ് π/2. റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യുക? നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുത്ത് സൈൻ π/2 സൈൻ 90 മൈനസ് സൈൻ മൈനസ് π/2 ഇങ്ങനെ വാല്യൂ കൊടുത്ത്. റെഡി ആണല്ലോ അല്ലേ? സൈൻ π/2 എന്ന് പറഞ്ഞാൽ സൈൻ 91 മൈനസ് സൈൻ മൈനസ് π/2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ π/2 ആണ്. അപ്പോൾ എന്ത് വരും? -1. അപ്പോൾ ആൻസർ 2 ആയിരിക്കും. ഇത് 1 + 1 ആവും. ഓർക്കുക, സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ മൈനസ് π/2 എന്ന് കണ്ടാൽ ഞാൻ എന്ത് എഴുതിയാൽ മതി? മൈനസ് സൈൻ π/2 മൈനസ് സൈൻ π/2 എത്ര? 1. അതാണ് ഇതിൻ്റെ വാല്യൂ എന്താണുള്ള കാരണം? -1. ഓക്കെ, ആൻസർ വരിക ഓപ്ഷൻ എ ആയിരിക്കും. ക്ലിയർ ആണ് ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x dx എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ i= ഈ തന്ന ഇൻ്റഗ്രലിന് ഞാൻ i എന്ന് പേരിട്ടു. എന്താ പേരിടാ? log 1 + tan x dx. ഇതാണ് i. ഇനി ഞാൻ ഇൻ്റഗ്രൽ 0 to a
എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. അപ്പം എന്താവും? ഐ സി ഈക്വൽ ടു ക്വസ്റ്റൻ എന്തായി? ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 1 പ്ലസ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ്. ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ. എ മൈനസ് എക്സ് കൊടുക്കുമ്പോൾ പൈ ബൈ 4 മൈനസ് എക്സ് ആവും. കാരണം ഇവിടെ എക്ക് പകരം എന്താ ഉള്ളത്? പൈ ബൈ 4 ആള്. അപ്പോൾ ഞാൻ എക്സ് ഉള്ള സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത്? എ മൈനസ് എക്സ് അല്ല. അപ്പോൾ ഈ എക്സ് ഉള്ള സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കണം? പൈ ബൈ 4 മൈനസ് എക്സ്. ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 1 പ്ലസ്. ഇനി ശ്രദ്ധിച്ച് എന്താ ചെയ്യണത്? ഇത് ടാൻ എ മൈനസ് ബി ആണ്. അപ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി. അതിനകത്ത് വരാനുള്ള ഒന്ന് ടാൻ പൈ ബൈ 4 അല്ലേ? ടാൻ പൈ ബൈ 4ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പം ഞാൻ ഒറ്റയടിക്ക് എഴുതാൻ പോവാണ്. ടാൻ എ മൈനസ് ടാൻ ബി, ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് എന്ന് വെച്ചാൽ 1 ഇൻറ്റു ടാൻ എക്സ് ഡി എക്സ്. അപ്പം എന്തായി? ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് 1 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഈ ടാൻ എക്സും കട്ടാവും. അപ്പോൾ എന്തായി? ഐ സി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് മുകളിലുണ്ടാവുക 2, താഴെ ഉണ്ടാവുക 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇത് ലോഗ് എ ബൈ ബി അല്ലേ? ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ എന്താ വരിക അറിയോ? ഐ സി ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 2 മൈനസ് ഇൻറ്റഗ്രൽ 0 ടു പൈ ബൈ 4 ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ ലോഗ് 2 ഡി എക്സ് ഉണ്ടാവും കേട്ടോ. ലോഗ് 2 ഡി എക്സ്. ശരിക്കും നോക്കിയാൽ ഇത് ലോഗ് 2 അല്ലേ? ലോഗ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്. അതിനെ ഞാൻ പുറത്തോട്ട് എടുത്താൽ ബാക്കി ഉള്ളിൽ എന്താ ഉണ്ടാവുക? 0 ടു പൈ ബൈ 4 1 ഡി എക്സ് ആയി മാറും. മൈനസ് ഈ പാർട്ട് കണ്ടോ നിങ്ങൾ? അതല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ശരിക്കും ആ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എന്ത് തന്നെ കൊടുത്താൽ മതി? ഐ തന്നെ കൊടുത്താൽ മതി. ഇനി ഈ ഐ ലെഫ്റ്റിലോട്ട് എടുത്താൽ എന്തായി? ഐ പ്ലസ് ഐ 2i ഈക്വൽ ടു ലോഗ് 2 ഇൻറ്റു ഇത് ഇൻ്ററേറ്റ് ചെയ്താൽ എനിക്ക് കിട്ടിയ എക്സ് ആണ്. 1ന് ഇൻ്ററേറ്റ് ചെയ്താൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. പൈ ബൈ 4ഉം 0യും ലോഗ് 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് പൈ ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് 0. ഇതാണ് 2i. അപ്പോൾ ഐ സി ഈക്വൽ ടു 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? പൈ ബൈ 8 ലോഗ് 2. ഇതാണ് ആൻസർ. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ തന്നെയാണ്. ഇൻ്റഗ്രൽ 0 ടു 4 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2. മോഡ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ശരിക്കും ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ അറിയേണ്ടത് മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഈഫ് എക്സ് ലെസ് ദാൻ 0. ഇതാണ് മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ. ഇത് നമ്മൾ +1 പഠിക്കുന്നതാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ. മോഡ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ. ഈ ഡെഫിനിഷൻ നമുക്കറിയണം എന്തിൻ്റെ? മോഡുലസിൻ്റെ. ഇത് വെച്ചിട്ട് ഇവിടെ എന്താ ഉള്ളത്? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 അല്ലേ? അതിന് ഞാൻ എന്ത് ചെയ്തും? ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? എക്സ് മൈനസ് 2 അല്ലേ? അപ്പം മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതേപോലെ തന്നെ എഴുതുക. ഈക്വൽ ടു മൈനസ് എക്സ് ഈഫ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 0. മോഡ് എക്സ് ഈക്വൽ എക്സ് ഈഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. മോഡ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഈഫ് എക്സ് ലെസ് ദാൻ 0. അതേ ഡെഫിനിഷൻ ഇതേപോലെ എഴുതി. എക്സ് ഉള്ള സ്ഥലത്ത് ഞാൻ എന്താ കൊടുക്കേണ്ടത്? എക്സ് മൈനസ് 2. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ എന്തായി മാറുന്നവരോ? ആദ്യത്തെ എക്സ് മൈനസ് 2 ഇനി ഈക്വാലിറ്റി വെച്ചത് അപ്പുറം കൊണ്ടായാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അടുത്ത എന്താവും? മൈനസ് എക്സ് പ്ലസ് 2 അല്ലെങ്കിൽ 2 മൈനസ് എക്സ് ഈഫ് എക്സ് ലെസ് ദാൻ 2. ഇങ്ങനെയായി മാറും ഇത് എന്ത്? മോഡുലസ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റിനകത്ത് ഇൻ്റഗ്രൽ 0 തൊട്ട് 4 വരെയല്ലേ ഇത്. പക്ഷേ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആകുമ്പം മോഡ് എക്സ് മൈനസ് 2ൻ്റെ വാല്യൂ ഇതും ഗ്രേറ്റർ ദാൻ 2 ആകുമ്പം എക്സ് മൈനസ് 2 ആണ് വാല്യൂ വരേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റിന് ഞാൻ എന്ത് ചെയ്യുന്നവരോ? ഇൻ്റഗ്രൽ 0 തൊട്ട് 2 വരെ 0 തൊട്ട് 2 വരെ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ ഏതാ എടുക്കേണ്ടത്? 2 മൈനസ് എക്സ് പ്ലസ് 2 തൊട്ടിട്ട് 4 വരെ ഏതാ ഫംഗ്ഷൻ? ഇത്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2
dx. ഇങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇതിനെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താ വരിക നോക്കണം. എക്സ് ലെസ് ദാൻ 2 2 - x ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 2 x - 2 ആണ്. അപ്പോൾ 0 തൊട്ട് 4 വരെ ഒറ്റയടിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 0 തൊട്ട് 2 വരെ ഒരു ഫംഗ്ഷനും 2 തൊട്ട് 4 വരെ വേറെ ഫംഗ്ഷനുമാണ്. ഇത് ക്ലിയർ ആണല്ലോ? ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇത് സിമ്പിൾ ഫംഗ്ഷൻസ് അല്ലേ, പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x - x²/2 0 to 2 പ്ലസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x²/2 - 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x 2 to 4. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ ഇതിൽ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 2 × 2 4 - 2²/2 4/2 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 - 0 പ്ലസ് ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുത്താൽ 16/2 8 മൈനസ് 2 × 4 8 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 2² 4/2 2 മൈനസ് 2 × 2 4 4 - 2 എത്രയാണ് 2. ഇത് 0 ഇതും 0 ഇത് -2 + 2. അപ്പോൾ ആൻസർ എത്രയാണ് 4 ആയിരിക്കും ആൻസർ. സി ഓപ്ഷനാണ് ആൻസർ വരേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്നാണ്. എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ് ആണെന്ന് മനസ്സിലാവണം. താഴെ ഫാക്ടേഴ്സ് ആയിട്ടുണ്ടാവും x+1 × x+2 എന്നൊക്കെയുള്ള ഫോർമാറ്റിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റണം. x ഡിവൈഡഡ് ബൈ x+1 × x+2 ഈക്വൽ ടു 2 ലീനിയർ ഫാക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ a ഡിവൈഡഡ് ബൈ x+1 പ്ലസ് b ഡിവൈഡഡ് ബൈ x+2. ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻസ് വരിക. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് നമുക്ക് വരാൻ പോണത് 3 ടൈപ്പാണ്. ഒന്നുള്ളത് ഇതുപോലത്തെ x+1 ഒക്കെ പോലത്തെ ലീനിയർ ഫാക്ടേഴ്സ്, x+1 x - 2 3 + x 3 - x ഇങ്ങനത്തെ ഒക്കെ ലീനിയർ ഫാക്ടേഴ്സാണ് ഒന്ന് വരാനുള്ളത്. ഓക്കെ, ലീനിയർ ഇങ്ങനത്തെ ടൈപ്പ് x+a ടൈപ്പ്. പിന്നെ വരാനുള്ളത് ഈ ലീനിയറിൻ്റെ സ്ക്വയർ. പിന്നെ വരാനുള്ളത് ക്വാഡ്രാറ്റിക് ax² + bx + c ടൈപ്പും. ഇങ്ങനെ 3 ടൈപ്പ് ഫാക്ടേഴ്സാണ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എഴുതുന്നത് ചിലർക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായേക്കാം. അതിന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. x+a എന്ന് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ 1 ഡിനോമിനേറ്ററിലാണ് വരേണ്ടത് ഫാക്ടേഴ്സ്. ഓക്കെ, അങ്ങനെ ലീനിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർഷ്യൽ ഫ്രാക്ഷനിൽ കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ വരും. ലീനിയറിൻ്റെ സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ടേം വരും. ഒന്ന് കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ, അടുത്തത് കോൺസ്റ്റൻറ്റ് ബൈ ലീനിയറിൻ്റെ സ്ക്വയർ. അതുപോലെ ക്വാഡ്രാറ്റിക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് ax² + bx + c. ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, ഈ എയും ബിയും സിയും ഒന്നും ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു കോൺസ്റ്റൻറ്റ് വേണമെന്നേ ഉള്ളൂ. ആ കോൺസ്റ്റൻ്റെ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനൊരു ഓർഡറൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ബി എഴുതി പിന്നെ എ എഴുതി അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ വാല്യൂ കിട്ടുമ്പം ഓർഡറിനൊന്നും എന്തുണ്ടാവില്ല, ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ആദ്യത്തെ കോൺസ്റ്റൻറ്റ് എ എടുക്കും, അടുത്ത കോൺസ്റ്റൻറ്റ് ബി എടുക്കും, അടുത്ത കോൺസ്റ്റൻറ്റ് സി എടുക്കും, അങ്ങനെ പോവുക ചെയ്യുക. ഓക്കെ, എന്താണ് ഈ പറഞ്ഞതെന്ന് വെച്ചാൽ അത് മറന്നു വരുത്, ആ ഓർഡർ മറക്കരുത്. ലീനിയർ ആണെങ്കിൽ കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ, ലീനിയറിൻ്റെ സ്ക്വയർ ആണെങ്കിൽ 2 ടേം കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ബൈ ലീനിയറിൻ്റെ സ്ക്വയർ. അടുത്ത എന്താ ക്വാഡ്രാറ്റിക് അല്ലേ, ക്വാഡ്രാറ്റിക് ആണ് എന്താ വരേണ്ടത്, ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്. എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ, ഇതിനകത്ത് ഡിനോമിനേറ്ററിൽ 2 ലീനിയർ ആണുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ലീനിയർ വന്നാൽ കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ പ്ലസ് ഒരു ലീനിയർ കൂടി ഉണ്ട്, അപ്പോൾ കോൺസ്റ്റൻറ്റ് ബൈ അടുത്ത ലീനിയർ. ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറുക. ഒന്നുകൂടെ നോക്കടാ, ഡിനോമിനേറ്ററിൽ ഒരു x+3 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിന് വിചാരിച്ചോ, താഴെ ഒരു x - 2 ഉണ്ട്, ഒരു x+3 ഹോൾ സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ളത്, ഒന്ന് ലീനിയറും ഒന്ന് ലീനിയറിൻ്റെ സ്ക്വയറും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ടേം വരും, ഒറ്റ ടേം കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ടേം, 2 ടേം വരും, കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ബൈ ലീനിയറിൻ്റെ സ്ക്വയർ. ഓക്കെ ആണോ? ഇതിലിങ്ങനെ ആദ്യത്തെ കോൺസ്റ്റൻറ്റ് എടുത്തു, പിന്നെ കോൺസ്റ്റൻറ്റ് ആവശ്യമുള്ള ബി എടുത്തു, അടുത്ത കോൺസ്റ്റൻറ്റ് ആവശ്യമുള്ള സി എടുത്തു, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിനകത്ത് നോക്കുക. ഇനി ഇതിനകത്തൊരു ക്വാഡ്രാറ്റിക്കും കൂടെ വന്നു വിചാരിച്ചോ, ഒരു x² + 4 അങ്ങനെയൊക്കെ ക്വാഡ്രാറ്റിക് കൂടെ വന്നു വിചാരിച്ചോ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഞാൻ അടുത്ത ടേം എന്തെടുക്കും, dx + e ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് x² + 4. ഇങ്ങനെയാണ് നമ്മൾ എന്തിലോട്ട് മാറ്റൽ, പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറ്റുക. പാർഷ്യൽ ഫ്രാക്ഷൻ ആകെ 3 വരാനുള്ളൂ. ഒന്ന് ലീനിയർ, ഒന്ന് ലീനിയറിൻ്റെ സ്ക്വയർ, പിന്നെ ഒന്ന് ക്വാഡ്രാറ്റിക്. ലീനിയർ വരുമ്പോൾ കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ, ലീനിയറിൻ്റെ സ്ക്വയർ വരുമ്പോൾ കോൺസ്റ്റൻറ്റ് ബൈ ലീനിയർ പ്ലസ് കോൺസ്റ്റൻറ്റ് ബൈ ലീനിയറിൻ്റെ സ്ക്വയർ, പിന്നെ ക്വാഡ്രാറ്റിക് വരുമ്പോൾ ലീനിയർ ബൈ ക്വാഡ്രാറ്റിക്. ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻസിൻ്റെ ടേംസ് വരുന്നത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് എൻ്റെയും ബീൻ്റെയും വാല്യൂ ആണ്. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു ഒരു വഴിയുള്ളതിനിങ്ങനെ ക്രോസ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ എന്താണല്ലോ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലേ, എല്ലാ ടേമിനും ഈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും, ഇവിടെ എക്സ് കിട്ടും. ഇവിടെ ഞാൻ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 കട്ടാവും, ബാക്കി എന്താ ഉണ്ടാവും എ ഇൻറ്റു എക്സ് പ്ലസ് 2 പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 2 കട്ടാവും, ബാക്കി ഉണ്ടാവും ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സിന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്തിനാ -1 എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അപ്പോൾ ഈ -1 വരുമ്പോൾ ഇതെന്തായിക്കോളും 0 ആയിട്ട് ബി ആണ്ട് കട്ടായി പോയിക്കോളും. ബാക്കി എന്താ ഉണ്ടാവുക, -1 is equal to a ഇൻറ്റു -1 + 2. ഇതെത്ര എ അല്ലേ ഉണ്ടാവുക, അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി -1. ഇനി അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, ഇത് എ ഉള്ളത് 0 ആക്കണം. അതിന് എക്സിന് എന്താ കൊടുക്കേണ്ടത്, -2. അപ്പോൾ എക്സ് ഈക്വൽ ടു -2 കൊടുത്താൽ -2 is equal to a ഇൻറ്റു -2 + 2 പ്ലസ് ബി ഇൻറ്റു -2 + 1. ഇത് 0 ആയി പോയിക്കോളും, കുഴപ്പമില്ല. ബാക്കി എന്താ ഉള്ളത്, -2 is equal to b ഇൻറ്റു -2 + 1. ഇത് എത്ര വരിക, -b അല്ലേ, -b ഈക്വൽ ടു -2 അല്ലെങ്കിൽ b is equal to 2 എന്നാണ് വരിക. ഇവിടെ ക്ലിയർ ആണെന്ന് ഇരിക്കണം എല്ലാവർക്കും. അപ്പോൾ നോക്കിക്കോ, എൻ്റെ ബിന് വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവും എന്ന് ചോദിച്ചാൽ, ഇതിന് പകരം ഞാൻ ഇത് എഴുതിയാൽ മതി. ഇതിന് ഈക്വൽ ആണല്ലോ ഇത്. അതിൽ എൻ്റെ ബിന് വാല്യൂ ഇട്ട് എഴുതിയാൽ ഇതെന്താ വരിക, -1/x + 1 + 2/x + 2 dx ഇങ്ങനായി മാറും ക്വസ്റ്റ്യൻ. ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻസിലോട്ട് മാറി. ഇനി എന്ത് ചെയ്യുക, ക്വസ്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഫസ്റ്റത്തെ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് അവിടെ നോട്ടെ, 1/x + 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log mod x + 1 പ്ലസ് 2 കോൺസ്റ്റൻറ്റ് 1/x + 2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2 log mod x + 2 + c. ഇതായിരിക്കും ആൻസർ. ഇതിനൊന്ന് മാറ്റി എഴുതി ഓപ്ഷനിലോട്ട് എത്തിക്കാൻ 2 log x + 2 എന്ന് പറഞ്ഞാൽ log x + 2 ² ആണ്. അതെങ്ങനെയായത്, n × log a is equal to log a raised to n. അതുപോലെ മൈനസ് log mod x + 1 + c. അപ്പോൾ ആൻസർ എന്താ ഇടാ, log a മൈനസ് log b is equal to log a/b എന്നുള്ള റിസൾട്ട് വെച്ചിട്ട് ഇങ്ങനെ കിട്ടും ആൻസർ +c. അപ്പോൾ ആൻസർ ഏതാ വരിക, ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ കറക്റ്റ്. ക്ലിയർ അല്ലേ. ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ് സോൾവ് ചെയ്യൽ. ക്ലിയർ ആണെന്ന് ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. നോക്ക്, മുകളിൽ sec x tan x, താഴത്ത് 2 + sec x. നിങ്ങൾ ഈ മുകളിൽ കാണുന്ന sec x tan x എന്ന് പറഞ്ഞാൽ sec x-ൻ്റെ ഡെറിവേറ്റീവാണ്. sec x-ൻ്റെ ഡെറിവേറ്റീവാണ് sec x tan x. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, താഴെയുള്ള 2 + sec x-ന് ഞാൻ t കൊടുക്കും. കാരണം 2ൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും 0 ആണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ, 2ൻ്റെ ഡെറിവേറ്റീവ് 0, മറ്റെന്താവും sec x tan x dx is equal to dt എന്നാവും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി, ഇൻ്റഗ്രൽ sec x tan x dx ഒന്നായിട്ട് എന്തായി dt. താഴെ 2 + sec x-ന് എന്ത് കൊടുക്കും, t. അപ്പോൾ 1/t-നല്ലേ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 1/x-ന് ഇൻ്റഗ്രൽ എന്താണ്, log mod x. അപ്പോൾ 1/t-ൻ്റെത് എന്ത് വരും, log mod t + c. അപ്പോൾ ആൻസർ log mod t-ൻ്റെ വാല്യൂ എന്താ, 2 + sec x + c. അപ്പോൾ ആൻസർ ഏത് വരും, ഓപ്ഷൻ എ വരും ആൻസർ. ക്ലിയർ ആണല്ലോ. ഇനി നോക്കിയേ, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയണതായിരിക്കും, ഇത് അറിയേണ്ട റിസൾട്ടാണ്. താഴെ ഒരു ഫംഗ്ഷനും മുകളിൽ അതിൻ്റെ ഡെറിവേറ്റീവും വന്നാൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് എഴുതാൻ പറ്റും, log mod താഴെയുള്ള ഫംഗ്ഷൻ എന്ന് എഴുതാൻ പറ്റും. താഴെ എന്താ വരേണ്ട, ഒരു ഫംഗ്ഷനും മുകളിൽ അതിൻ്റെ ഡെറിവേറ്റീവ് വന്നാൽ log mod താഴത്തുള്ള ഫംഗ്ഷനാണ് ആൻസർ. ഈ കേസിൽ നോക്കിയേ, താഴെയുള്ള 2 + sec x-ൻ്റെ ഡെറിവേറ്റീവ് അല്ല, 2ൻ്റെ ഡെറിവേറ്റീവ് 0, sec x-ന് sec x tan x. അപ്പോൾ താഴെ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ. അപ്പോൾ ഒറ്റയടിക്ക് log mod താഴത്തുള്ള ഫംഗ്ഷൻ എഴുതിയാൽ മതി, ആൻസറായി കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ sin raised to 8x × cos x. ഇവിടെ ഒരു cos x അല്ലേ, ഈ സൈനിന് പക്ഷേ പവർ ഉണ്ട്. ഓക്കെ, അപ്പോൾ cos x എന്ന് പറഞ്ഞാൽ ശരിക്കും ഏതിൻ്റെ ഡെറിവേറ്റീവാണ്, sin x-ൻ്റെ ഡെറിവേറ്റീവാണ് cos x. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, sin x-ന് t എന്ന് കൊടുത്തു. പുട്ട് sin x is equal to t. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ cos x dx is equal to dt. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവും, sin x raised to 8 അല്ല, അപ്പോൾ t raised to 8 × cos x dx എന്തായി മാറും, dt. ഇപ്പോൾ x raised to n-ൻ്റെ ഫോർമാറ്റ് ആയില്ലേ, x raised to n-ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് x raised to n + 1/n + 1. ആ റിസൾട്ട് വെച്ചാൽ t raised to 8-ന് t raised to 8 + 1/8 + 1 ഇങ്ങനെ കിട്ടും ആൻസർ. ഇനി അതിൻ്റെ വാല്യൂ കൊടുത്താൽ
ടീൻ്റെ വാല്യൂ എന്താ സൈൻ എക്സ് അല്ല, അപ്പോൾ സൈൻ റേസ് ടു 9x/9 പ്ലസ് സി ആണ് ആൻസർ വരിക. ഡയറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ആൻസർ. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് ഡിഫറൻസിയേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഇ റേസ് ടു ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണ്, ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ലോഗും ഇയും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. ലോഗ് എക്സും ഇ റേസ് ടു എക്സും ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. അത് വെച്ചിട്ട് പറഞ്ഞാൽ ഇ റേസ് ടു ലോഗ് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ അതെന്താവും, ടാൻ എക്സ് ആയി മാറും. ഇതിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടാൻ എക്സ് അല്ല ആൻസർ, ഇതിൻ്റെ വാല്യൂ ആണ് ടാൻ എക്സ് ആയി മാറും. ഇനി അതിന് ഞാൻ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ടാൻ എക്സിൻ്റെ റിസൾട്ട് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. എന്താ വരിക, ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ടാൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, ലോഗ് മോഡ് സീക്ക് എക്സ്. കോട്ടക്സിന് ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ്. എല്ലാത്തിൻ്റെ റിസൾട്ട് പറയണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഡി എക്സ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ആണെങ്കിൽ എക്സ് ആണ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ആണെങ്കിലും എക്സ് ആണ്. പക്ഷെ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്, π/2 ആണ്. അപ്പോൾ എനിക്ക് സൈൻ ഇൻവേഴ്സിനെ എന്ത് എഴുതാം, π/2 മൈനസ് കോസ് ഇൻവേഴ്സിനെ എഴുതി കൂടെ. അപ്പോൾ എന്താ വരിക, ഇൻ്റഗ്രൽ π/2 മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന് പകരം എന്താ ഉള്ളത്, കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ ഇതെന്തായി, ഇൻ്റഗ്രൽ ആദ്യത്തെ π/2, പിന്നത്തെ എന്താ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എന്താവും, എക്സ് ആവും. അപ്പോൾ ഇതിനെയാണ് ഞാനിനി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. π/2 കോൺസ്റ്റൻ്റ് അല്ല, π/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ആവും എക്സ്, മൈനസ് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു n+1/n+1 യൂസ് ചെയ്താൽ x²/2. അപ്പോൾ ആൻസർ ഏതാ വരിക, π/2 എക്സ് മൈനസ് x²/2. ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും വരിക. ഓക്കെ, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, റെഡി ആവും. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/1 പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാം വരുന്നത് ലോഗിലാണ്. ഓക്കെ, ഇതിലൊന്ന് നോക്കി, ഓരോ ഓപ്ഷനുള്ള ലോഗ് ഇ റേസ് ടു എക്സ് പ്ലസ് 1 ആണ്. താഴെ ഉള്ളതല്ലേ ഈ 1 പ്ലസ് ഇ റേസ് ടു എക്സ്. അതിൻ്റെ ലോഗൊക്കെ ആൻസർ വരണം, ഇതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരണം. താഴെ ഫംഗ്ഷൻ മുകളിൽ ഡെറിവേറ്റീവ് വന്നാലും അല്ലേ അങ്ങനെ ആവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും 1 പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായാലും 1 അല്ലല്ലോ, ഇ റേസ് ടു എക്സ് അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ആൻസർ വരില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിലുള്ള ഓരോ ടേമിനും ഞാൻ ഇ റേസ് ടു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കടാ, ഫസ്റ്റത്തെ ടേം 1/ഇ റേസ് ടു എക്സ് എന്താവും, ഇ റേസ് ടു മൈനസ് എക്സ്. ഇതോ 1/ഇ റേസ് ടു എക്സ് എന്താവും, ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് ബൈ ഇ റേസ് ടു എക്സ് 1 ആവും. ഇനി നോക്കിയടാ, ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഒരു -1 കൂടെ വരും. അപ്പോൾ ശരിക്കും ഈ താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റേസ് ടു, കാരണം 1 കൂടെ എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ, കാരണം 0 അല്ലേ വരിക. ഇതിൻ്റെ ഡെറിവേറ്റീവ് ശരിക്കും ഇ റേസ് ടു മൈനസ് എക്സ് അല്ല, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, താഴെ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വരുത്താൻ വേണ്ടിയിട്ട് മുകളിൽ ഞാൻ എന്ത് ചെയ്യും, -1 മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൈനസിനെ ക്യാൻസൽ ചെയ്യാൻ പുറത്തൊരു മൈനസൂടെ ക്യാൻസൽ ചെയ്താൽ പോയിക്കോളും, പുറത്തൊരു മൈനസ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ആൻസർ മൈനസ് താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ. അപ്പോൾ ആൻസർ മൈനസ് ലോഗ് മോഡ് ഇ റേസ് ടു മൈനസ് എക്സ് പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രൽ ലോഗ് ഓഫ് x²/x dx. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രൽ ലോഗ് എ റേസ് ടു n ഇസ് ഈക്വൽ ടു n ഇൻറ്റു ലോഗ് എ എന്നുള്ള ഫോർമാറ്റിൽ മുകളിലുള്ളതിന് എനിക്ക് എന്താക്കി മാറ്റാം, 2 log x എന്നാക്കാം. ഇപ്പോൾ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട് 1/x. അപ്പോൾ ഞാൻ ലോഗ് എക്സിന് എന്ത് കൊടുത്തു, ടി കൊടുത്തു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/x dx എന്തായി മാറും, dt. ഇതാ 1/xഉം dxഉം കൂടെ dt ആവാനുള്ളതാണ്. ക്വസ്റ്റ്യനിൽ 2നെ വേണേൽ പുറത്തെടുത്ത് വെക്കാം. ഇൻ്റഗ്രൽ ലോഗ് എക്സിന് ടി, ഇതെല്ലാം കൂടെ dt. എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമാറ്റ് ചെയ്താൽ t²/2 പ്ലസ് സി. 2 ക്യാൻസലായി. ടീൻ്റെ വാല്യൂ തിരിച്ചു കൊടുത്താൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് സി. അപ്പോൾ ആൻസർ ഏതാ, ഇതാണ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 1/x പ്ലസ് 2√x. ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ആദ്യം താഴെയുള്ള ഒരു √x കോമൺ ആയിട്ട് പുറത്തെടുക്കും. എക്സിന് √x പുറത്തെടുത്താൽ എന്താ വരിക, √x പ്ലസ് അടുത്ത് 2 ആയിരിക്കും വരിക. കാരണം എന്ത് ചെയ്യുന്നു, √x പുറത്തോട്ട് എടുത്തല്ലോ, ഇങ്ങനെ കിട്ടും. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ √x പ്ലസ് 2 ഇല്ലേ, √xൻ്റെ ഡെറിവേറ്റീവ് 1/2 √x ആണ്. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ടി കൊടുക്കും, √x പ്ലസ് 2ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും ടി. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ
1/2 റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താടാ? ക്വസ്റ്റ്യനിൽ പക്ഷേ 1/2 റൂട്ട് എക്സ് ഇല്ലല്ലോ, 1/√ എക്സും ഡി എക്സ് അല്ലല്ലോ. അപ്പോൾ 1/√ എക്സ് ഡി എക്സ് ആണ് ഇവിടെ അല്ല. അതിനെന്ത് വരും? 2-നപ്പുറം കൊണ്ടോ 2 ഡി ടി. ക്വസ്റ്റ്യൻ എന്തായി? ഇൻറ്റഗ്രൽ ഈ ഡി എക്സും 1/√ എക്സ് ഡി എക്സിന് എന്ത് വരും? 2 ഡി ടി മുകളിൽ ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 2 എന്ത് വരും? ടിയും വരും. അപ്പോൾ 2നെ കോമൺ ആക്കി 2നോട് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ 1/t ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് മോഡ് ടി പ്ലസ് സി. അപ്പോൾ ആൻസർ വരിക 2 ലോഗ് മോഡ് ടി എന്താടാ? റൂട്ട് എക്സ് പ്ലസ് 2 പ്ലസ് സി. ഇതായിരിക്കും ആൻസർ. ഓപ്ഷനിൽ ഇത് n ലോഗ് എ റൈസ് ടു n അല്ല. അപ്പോൾ ഇതിനെ പവറാക്കി വെച്ച് ഇതാ ആൻസർ ബി ആണ് ഉണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക 17. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ 2x + 1 × √(x² + 4x + 5). ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം g(x) മൈനസ് ഇതാണ് ടോട്ടൽ ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ g(x)ൻ്റെ സ്ഥലത്ത് വരേണ്ട ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ആ g(x)ന് പകരം എന്താ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഈ ക്വസ്റ്റ്യൻ എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ ഇവിടെ ഉള്ളത് 2x + 1 × √(x² + 4x + 5) അല്ലേ? ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ കിട്ടുക നമുക്ക്? 2x + 4 വരെ. ഇതിൻ്റെ ഡെറിവേറ്റീവ് വരെ 2x + 4. അപ്പോൾ ഞാനിതിനെ ഇൻ്റഗ്രൽ 2x + 4 എന്ന് എഴുതി. പക്ഷേ ഇവിടെ 2x + 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു -3 കൂടെ എഴുതേണ്ടി വരും. ഇപ്പോൾ എന്തായി? 2x + 1നെ ഞാൻ 2x + 4 -3 എന്ന് എഴുതി. ഇതെന്താ സംഭവം? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു √(x² + 4x + 5) dx. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ടേം എന്താവും? 2x + 4 ഇൻറ്റു √(x² + 4x + 5) dx -3 ഇൻറ്റു ഇൻ്റഗ്രൽ √(x² + 4x + 5). ഇതിലടാ ഈ -3 ഇൻറ്റു ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് ഇവിടെ കൊടുത്തത്. -3 ഇൻറ്റു ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് ശരിക്കും എന്തിൻ്റെ സ്ഥലത്ത് വരേണ്ടത്? g(x)ൻ്റെ സ്ഥലത്ത് വരേണ്ടത്. ഇതെങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ്? ഈ പാർട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, മറ്റേ പാർട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്ത്. ഇത് മാത്രമാണ് ഞാൻ ചെയ്യാൻ നോക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ x² + 4x + 5 എന്ത് കൊടുക്കും? t എന്ന് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 2x + 4 dx is equal to dt. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? ഇൻ്റഗ്രൽ √t dt എന്നായി. 2x + 4ഉം dxഉം കൂടെ dt ആയി. ഇത് √t ആയി. √tനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക? 2/3t⁻³ + c. അതെന്തിൻ്റെ റിസൾട്ടാടാ? √x-ൻ്റെ റിസൾട്ട്. √x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2/3x⁻³ വരിക. അപ്പോൾ ആൻസർ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷനിൽ 2/3 t എവിടെ? ഇതാ x² + 4x + 5⁻³ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ ആയിരിക്കും വരിക. 2/3x² + 4x + 5⁻³ ഇതാണ് ശരിക്കുള്ള ആൻസർ വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതൊക്കെ ഇപ്പോൾ ആൻസർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിന് എന്ത് ചെയ്യുക? ഒന്ന് സോൾവ് ചെയ്യുക. എങ്ങനെ സോൾവ് ചെയ്യുക? കംപ്ലീറ്റ് ആൻസറിലോട്ട് എങ്ങനെ എത്തുക നോക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് നമ്മൾ ചെയ്ത് വന്ന പോലെ തന്നെ ഇതിനെ ചെയ്തിട്ട് എവിടെ എത്തിപ്പം? ഈ ഫസ്റ്റത്തെ ഒരു പാർട്ടിനെ മാത്രം ഞാൻ സോൾവ് ചെയ്തു. എന്താ വരിക? 2/3x² + 4x + 5⁻³ -3 ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യടാ? അതിനകത്തുള്ളതിനെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡിൽ മാറ്റും. x² + 4x + 5നെ ഞാൻ x² + 4x + 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ ഹാഫ്, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നൂടെ എന്തായിക്കോളും? x + 2 ഹോൾ സ്ക്വയർ -4 + 5 + 1. അപ്പോൾ ഇതെന്തായി? ഇൻ്റഗ്രൽ √(x + 2 ഹോൾ സ്ക്വയർ + 1² എന്നുള്ള ടൈപ്പായി. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇൻ്റഗ്രൽ √(x² + a²ൻ്റെ റിസൾട്ട്. ഇൻ്റഗ്രൽ √(x² + a² dx is equal to x/2 into √(x² + a² plus a²/2 into log mod x plus √(x² + a² plus c. ഇത് വെച്ചിട്ട് ഇതിനെ ചെയ്താൽ ഫസ്റ്റത്തെ 2/3 x² + 4x + 5⁻³ -3 ഇൻറ്റു ഇവിടെ എക്സിന് പകരം എന്താ ഉള്ളത്? x + 2, എക്ക് പകരം എന്താ ഉള്ളത്? 1 ഉള്ളത്. അതിനനുസരിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളണം. എക്സിന് പകരം x + 2/2 √(x + 2 ഹോൾ സ്ക്വയർ + 1²
പ്ലസ് 1/2/2 ഇൻറ്റു ലോഗ് മോഡ് എക്സിന് പകരം എക്സ് പ്ലസ് 2 എക്സിന് പകരം എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം 1² പ്ലസ് സി. ഇതായിരിക്കും ആൻസർ. ഇതാണ് അവിടെ തന്നത്. അതിനകത്ത് ഇത് മാത്രമാണ് തരാത്തത്. ഇത് ഏതാ ഓപ്ഷൻ എന്നാണ് ചോദിച്ചത്. ആൻസർ ഏതാണ് വന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻറ്റഗ്രൽ 0 to π x ഡിവൈഡഡ് ബൈ 1 + sin x dx. ഇത് നമ്മുടെ പബ്ലിക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നോക്ക്, തന്ന ഇൻറ്റഗ്രൽ ഞാൻ ഐ എന്ന് പേരിട്ട് 0 to π x/1 + sin x dx. ഇനി ഇൻറ്റഗ്രൽ 0 to a f of x dx is equal to ഇൻറ്റഗ്രൽ 0 to a f of a minus x dx. ഈ പ്രോപ്പർട്ടി അപ്ലൈ. അപ്പം എന്താ ഐ is equal to ഇൻറ്റഗ്രൽ 0 to π. എക്ക് പകരം എന്താ ഉള്ളത്? പൈ അല്ലേ. ഇവിടെ എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? ഞാൻ എ മൈനസ് എക്സ്. അപ്പോൾ എക്സ് ഉള്ള സ്ഥലത്തൊക്കെ എന്ത് കൊടുക്കും? പൈ മൈനസ് എക്സ് കൊടുക്കും. മുകളിൽ എന്താവും? പൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 1 + sin പൈ മൈനസ് എക്സ്. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടാമത്തെ. ഇതിനൊന്ന് ചെറുതാക്കുക. ഇൻറ്റഗ്രൽ 0 to π മുകളിൽ പൈ മൈനസ് എക്സ് മാറ്റൊന്നുമില്ല. താഴെ 1 + sin പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈൻ എക്സ് തന്നെയാണ്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യും. 1 + 2 gives 2i വരും ലെഫ്റ്റിൽ, കാരണം ഐയും ഐയും കൂടെ ലെഫ്റ്റിൽ, ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to π. ഇതിൻ്റെ ലിമിറ്റ് സെയിം. അപ്പോൾ ഉള്ളിലുള്ള രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഒരേ ലിമിറ്റ് ആണെങ്കിൽ ഉള്ളിലുള്ള ഇൻറ്റഗ്രൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല രണ്ട് സ്ഥലത്ത് ഡിനോമിനേറ്ററും സെയിമാണ്. അപ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ആഡ് ചെയ്താൽ മതി. എക്സ് പ്ലസ് പൈ മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 + sin x dx. എന്ത് കട്ടാവും? എക്സും എക്സും കട്ടാവും. പിന്നെ മുകളിൽ എന്തേ ഉള്ളൂ? പൈ അല്ലേ ഉള്ളൂ. ആ പൈ എനിക്ക് എന്താ പുറത്തെടുക്കുക? കാരണം എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 2i is equal to പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π 1/1 + sin x. 1 + sin x റിസൾട്ട് ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും? മുകളിലും താഴെ ഒരു 1 - sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തിനാ ഇങ്ങനെ ചെയ്യണത്? ഇപ്പം മുകളിൽ എന്താ? 1 - sin x. താഴത്ത് 1 + sin x × 1 - sin x a + b × a - b a² - b² 1 - sin² x. അതിന് റിസൾട്ട് ഉണ്ട് cos² x. അതുകൊണ്ടാണ് ഞാൻ 1 + sin x എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണത്? 1 - sin x കൊണ്ട്. പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π മുകളിൽ 1 - sin x. താഴത്ത് എന്താ ഉള്ളത്? a + b × a - b a² - b². പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π 1 - sin x ഡിവൈഡഡ് ബൈ cos² x dx. നോക്കടാ, പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to π 1/cos² x എന്ന് പറഞ്ഞാൽ sec² x ആണ്. സൈൻ എക്സ് ബൈ ഒരു കോസ് എക്സ് എന്താവും? ടാൻ എക്സ് ആവും. പിന്നെ ഉണ്ടാവില്ലേ ഒരു കോസ് എക്സ്? അപ്പോൾ ശരിക്കും ആ 1/cos x എന്താവും? സീക്ക് എക്സ് ആവും. സൈൻ എക്സ് ബൈ cos² x ഒരു കോസ് എക്സ് സൈൻ എക്സിൻ്റെ കൂടെ കൂടിയിട്ട് ടാൻ എക്സും വേറൊരു ബൈ കോസ് എക്സ് എന്താവും? സീക്ക് എക്സും ആവും. അപ്പോൾ ഇത് മൈനസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്നായി റിസൾട്ട് വരും. ഇപ്പോൾ രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിലായി. പൈ ഇൻറ്റു ഇൻ്റഗ്രൽ sec² x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടാൻ എക്സ് മൈനസ് സീക്ക് എക്സ് ടാൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സീക്ക് എക്സ് 0 to π. അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുത്താൽ ടാൻ പൈ 0 മൈനസ് സീക്ക് പൈ -1 മൈനസ് ടാൻ 0 ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 മൈനസ് സീക്ക് 0 1. അപ്പം എന്താടാ വരിക? പൈ ഇൻറ്റു ഇവിടെ എന്ത് വന്നു? 1 + 1. ഓക്കെ, അപ്പം എന്തായി? 2iൻ്റെ വാല്യൂ എന്തായി? 2π. അപ്പം അതിൻ്റെ വാല്യൂ എത്രയാ? പൈ ആയിരിക്കും ആൻസർ. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും വരേണ്ടത്, പൈ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെറുതാക്കി കൊണ്ടുവരാറുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യനിൽ 1 / x × x⁻⁴ 9+4. 2 വർഷം മുമ്പ് എങ്ങാണ്ട് ഒരു പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇവിടെ എക്സും ഇവിടെ x⁻n+1 ടൈപ്പ് ആയിരുന്നു. ഇവിടെ +4 അല്ല, x⁻n+1 ടൈപ്പ് ആയിരുന്നു ആ ടൈമിൽ ചോദിച്ചത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ x⁻9+4 അല്ലേ ഉള്ളത്? x⁻9+4 ഒരു വഴിയുള്ളത് ഇവിടെ എക്സ് ആണുള്ളത്. ഇതിനെ x⁻9 ആക്കുക. അതിനെന്ത് ചെയ്താൽ മതി? ഒരു x⁸8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിലും താഴത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? x⁸8 കൊണ്ട്. അപ്പോൾ x × x⁸8 എന്താവും? x⁻9 ആയി മാറും. എന്നിട്ട് x⁻9 നിങ്ങൾ എന്ത് ചെയ്യുക? t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം 9x⁸8 dx is equal to dt.
ക്വസ്റ്റ്യനിൽ എക്സ് റേസ് ടു 8 ഡി എക്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് റേസ് ടു 8 ഡി എക്സ് ഇസ് ഈക്വൽ ടു dt/9. ക്വസ്റ്റ്യൻ എന്താവും? മുകളിലുള്ളത് dt/9. ആ 9നെ ഞാൻ പുറത്തെടുത്തു. ബാക്കി dt ഡിവൈഡഡ് ബൈ ഇതെന്താ വരിക? ടി ഇൻറ്റു ടി പ്ലസ് 4. ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നോക്ക് 1/9 ഇൻറ്റു ഞാൻ അടുത്ത് എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ ടിയും ടി പ്ലസ് 4 അല്ലേ, ഒന്നുള്ളത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാമെന്നില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻക്കൊന്നും എത്തിക്കാതെ വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയുള്ളത്? 4 അല്ലേ ഡിഫറൻസ്? ഇത് ടിയും ടി പ്ലസ് 4 അല്ലേ. അപ്പോൾ ഞാനൊരു 4 ഉണ്ട് ഡിവൈഡും ചെയ്ത് മൾട്ടിപ്ലൈയും ചെയ്ത് ടി ഇൻറ്റു ടി പ്ലസ് 4 ഡി ടി. അപ്പം എന്തായി? 1/36 ഇൻറ്റു ഇൻറ്റഗ്രൽ ഇവിടെ എന്താ വരിക? 4 അല്ലേ ഉള്ളത്, ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ 4. അപ്പോൾ മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ ടി പ്ലസ് 4 മൈനസ് ടി ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി പ്ലസ് 4 ഡി ടി. 1/36 ഇൻറ്റഗ്രൽ ഇത് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 1/t മൈനസ് ഇത് ഡിവൈഡ് ചെയ്താൽ 1/t പ്ലസ് 4 ഡി ടി. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത ആൻസറായി 1/36 ലോഗ് മോഡ് ടി മൈനസ് ലോഗ് മോഡ് ടി പ്ലസ് 4 പ്ലസ് സി. ഓക്കെ അല്ലേ? ഇനി ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 36 ഇൻറ്റു ലോഗ് മോഡ് എക്സ് റേസ് ടു 9 മൈനസ് ലോഗ് മോഡ് എക്സ് റേസ് ടു 9 പ്ലസ് 4 പ്ലസ് സി. ഓക്കെ, ഓപ്ഷനിലൊക്കെ ചെക്ക് ചെയ്തേ നിങ്ങൾ. ഇതാണ് ആൻസർ, ഫൈനൽ ആൻസർ ഇതാണ്. പക്ഷേ ഓപ്ഷനിൽ അങ്ങനെ അല്ല ഉള്ളത്. ഓപ്ഷനിലുള്ളതിലൂടെ എത്തിക്കണമല്ലോ. ഓപ്ഷനിലൊക്കെ 1/4 അല്ലേ കോമൺ ആയിട്ട് പുറത്തുള്ളത്. അപ്പം ഞാൻ അതിനകത്ത് 1/4 അവിടെ നിർത്തിയിട്ട് 4 ഇൻറ്റു 9 അല്ലേ 9 ഉള്ളിലോട്ട് എടുത്ത്. അപ്പോൾ 1/9 അവിടെ എന്താ ഉള്ളത്? ലോഗ് എക്സ് റേസ് ടു 9. അതിനെനിക്ക് 9 ഇൻറ്റു ലോഗ് മോഡ് എക്സ് എന്ന് എഴുതാലോ. മൈനസ് 1/9 ഇൻറ്റു ലോഗ് മോഡ് എക്സ് റേസ് ടു 9 പ്ലസ് 4 പ്ലസ് സി. ഈ 9 കട്ട. ഇനി ആൻസർ ആയി ഉണ്ടാവും. ഓപ്ഷനിൽ നോക്ക് 1/4 ഇൻറ്റു ലോഗ് മോഡ് എക്സ് മൈനസ് 1/9 ഇൻറ്റു ലോഗ് മോഡ് ഓഫ് എക്സ് റേസ് ടു 9 പ്ലസ് 4 പ്ലസ് സി. ഇതാണ് ആൻസർ. ഇടയ്ക്ക് മൈനസ് ആണ് വരേണ്ടത്. ലോഗ് എക്സ്. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻറ്റഗ്രൽ 1/sin² ഇൻറ്റു cos². മുകളിലുള്ള 1നെ എനിക്ക് എന്ത് എഴുതാം? cos² പ്ലസ് sin² ഡിവൈഡഡ് ബൈ താഴെ എന്താ ഉള്ളത്? sin² ഇൻറ്റു cos² ഡി എക്സ്. ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പം cos² ബൈ sin² cos² എഴുതുമ്പോൾ എന്താവും? 1/sin² ആവും. കാരണം cos² ക്യാൻസൽ ആവും. പ്ലസ് sin² ബൈ sin² പ്ലസ് cos² ആക്കുമ്പോൾ എന്താവും? 1/cos² ഡി എക്സ്. 1/sin² എന്താ? cosec² പ്ലസ് 1/cos² എന്താ? sec² ഡി എക്സ്. ഇത് രണ്ടും റിസൾട്ട് ഉള്ളതാണ്. cosec²ൻ്റെത് മൈനസ് കോട്ടെക്സും sec²ൻ്റെത് tan എക്സും. അപ്പോൾ ആൻസർ ഏതാ വരിക? tan x മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യനിൽ cos x മൈനസ് sin x ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് sin 2x. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിരുന്നു. റൂട്ടിൻ്റെ ഉള്ളിൽ 1 പ്ലസ് sin 2x. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു 1 പ്ലസ് sin 2x എന്ന് പറഞ്ഞാൽ അത് sin² പ്ലസ് cos² എന്ന് എഴുതാം 1നെ, പ്ലസ് sin 2x 2 sin x cos x എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായിക്കോളും? sin x പ്ലസ് cos x ഹോൾ സ്ക്വയർ ആയിക്കോളും. അത് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അത് sin x പ്ലസ് cos x ആ റൂട്ട് സ്ക്വയറൂടെ പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താവുന്ന അറിയോ? മുകളിലുള്ളത് cos x മൈനസ് sin x ഉം താഴെയുള്ളത് sin x പ്ലസ് cos x ഉം. എന്നിട്ട് ശരിക്കും നോക്ക്, അതിനകത്ത് താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലുള്ളത്? sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x, cos x-ന് മൈനസ് sin x. താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ആൻസർ ലോഗ് മോഡ് താഴത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ആൻസർ ലോഗ് മോഡ് sin x പ്ലസ് cos x ആണ് വരുന്നത്. ആൻസർ ഏതാ വരും? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യനിൽ tan ഇൻവേഴ്സ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ചോദിച്ചത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു ലോഗ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു ലോഗ് എക്സും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും വന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഏതിനെടുക്കും? 1-നെടുക്കും. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ്
മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 1/1 + x സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ്. അപ്പോൾ ഇതെന്തായി എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ഇവിടെ എന്താ ഉള്ളത് ഡിനോമിനേറ്ററിൽ 1 + x സ്ക്വയർ മുകളിൽ എക്സും അല്ലേ ഉള്ളത്. താഴെയുള്ളതിൻ്റെ ഡെറിവേറ്റീവ് എന്താ 1 + x സ്ക്വയറിൻ്റെത് 2x ആ വരിക. ഇവിടെ എക്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ 2 ഇട്ട് കൊടുത്തൊരു 1/2 ഇട്ട്. അപ്പോൾ എന്തായി താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിലായി. അപ്പോൾ എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 താഴത്തുള്ളതിൻ്റെ ഡെറിവേറ്റീവ് മുകളിൽ ലോഗ് മോഡ് താഴത്തുള്ള ഫംഗ്ഷൻ. അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണ് ഇരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യനിൽ 0.2 തൊട്ട് 3.5 വരെ ഇത് ഡെഫിനിറ്റ് ഇൻ്റർവെൽ ക്വസ്റ്റ്യനാണ്. ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. 0.2 തൊട്ട് 3.5 വരെ അല്ലേ. നമ്മൾ നോക്കി നോക്കുക നമ്പർ ലൈനിൽ 0 1 2 3 4 വരെ പോയാൽ മതിയല്ലോ. ഇതിനകത്ത് എവിടെ തൊട്ടാണ് തുടങ്ങുന്നത് 0.2 എന്ന് പറയുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് വരെ 3.5 വരെ. ഓക്കെ ആണോ? അപ്പം ഞാൻ പറയും ഈ ബോക്സ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ആവശ്യമുള്ള സ്ഥലം മാത്രം ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. 0.2 തൊട്ടിട്ട് ഇവിടെ 3.5 വരെ അല്ലേ. 0.2 തൊട്ട് 1 വരെ എടുക്കുകയാണെങ്കിൽ വാല്യൂ 0 ആയാൽ വരിക. ഇഫ് 0.2 ≤ x <1 വരെ എടുത്താൽ അതിൻ്റെ വാല്യൂ എത്രയാണ് വരിക 0 ആണ് വരിക. കാരണം 0.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ എത്ര 0, 0.3ൻ്റെയും 0, 0.9ൻ്റെയും 0, 0.9999ൻ്റെ വാല്യൂ 0 തന്നെ വരിക. ഇനിയോ എക്സിൻ്റെ വാല്യൂ 1 തൊട്ടിട്ട് ഞാൻ 2 വരെ എടുത്താൽ എനിക്ക് എന്താ കിട്ടുക 1 ആയിരിക്കും കിട്ടുക. ഇനിയോ 2 തൊട്ടിട്ട് 3 വരെ എടുത്താലോ 2 ആ കിട്ടുക. അടുത്ത് 3 തൊട്ടിട്ട് 3.5 വരെ പോരാ നമുക്ക്. 3.5 വരെ എടുത്താൽ നമുക്ക് എന്താ കിട്ടുക 3 ആയിരിക്കും കിട്ടുക. ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ വാല്യൂസ് പോകണം. അപ്പോൾ ഈ ക്വസ്റ്റിന് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും 0.2 തൊട്ടിട്ട് ഏതുവരെ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. 1 തൊട്ടിട്ട് 2 വരെ 1 ആണ്. 2 തൊട്ടിട്ട് 3 വരെ 2 ആണ്. 3 തൊട്ടിട്ട് 3.5 വരെ 3 ആണ്. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫസ്റ്റത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ആണ്. 0 ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത് 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് 1 to 2, 2ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2x 2 to 3, 3ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 3x 3 to 3.5. അപ്പോൾ ഇത് 0 ആയിപ്പോയി. അടുത്തതോ 2 - 1, അടുത്തതോ 2 × 3 6 - 4, അടുത്ത് 3 × 3.5 - 3. അപ്പോൾ എത്രയാണ് വരുന്നത് 2 - 1 1, 6 - 4 2, 3 × 0.5. ഇത് എത്രയുടെ വരിക 3യും 1.5യുടെ 4.5 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ 24ൻ്റെത്. ഓക്കെ അല്ലേ. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ cos 2x / cos x. cos 2xൻ്റെ റിസൾട്ട്സിലൊന്ന് 2 cos square x - 1 ആണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട cos 2xന് 4 റിസൾട്ട് ഉണ്ടെന്ന്. cos square x - sin square x, 2 cos square x - 1, 1 - 2 sin square x, പിന്നെ ഉള്ള എന്താ 1 - tan square x / 1 + 1 - tan square x / 1 + tan square x. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്ത ഏതാണ് 2 cos square x - 1, കാരണം ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും 2 cos x. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ വരിക 2 sin x. ആ 2 sin xൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്താൽ 2 cos x - 1/cos x എന്തായി sec x. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ് 2 × cos xൻ്റെ sin x മൈനസ് sec xൻ്റെ log mod sec x + tan x + c. അപ്പോൾ ആൻസർ ഏതാ വരിക ഓപ്ഷൻ എ ആയിരിക്കും. പെട്ടെന്ന് കിട്ടും ആൻസർ. ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, 25ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യനിൽ 0 to 1 log 1/x - 1ൻ്റെ വാല്യൂ ചോദിച്ചത്. 0 to 1 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇതിനെ ഞാൻ log 1 - x / x എന്ന് എഴുതി. റെഡിയാണോ? ഇൻ്റഗ്രൽ 0 to 1. ഇത് ഞാൻ എന്ന് പേരിട്ട്. ഇതൊന്നാമത്തെ. ഇനി ഞാൻ എന്ത് ചെയ്തു ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. 0 to a f of x dx is equal to ഇൻ്റഗ്രൽ 0 to a f of a - x dx. എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ i is equal to ഓൾസോ i is equal to ഇതിനെ ഒന്നുകൂടെ മാറ്റിയിട്ട് എഴുതിയാൽ 0 to 1 log 1 - x ഉള്ള സ്ഥലത്ത് എന്താ കൊടുക്കേണ്ടത് a - x. ഇവിടെ എക്ക് പകരം എന്താ ഉള്ളത് 1. അപ്പോൾ എക്സിന് പകരം എന്ത് കൊടുക്കണം 1 - x ഡിവൈഡഡ് ബൈ
1 മൈനസ് എക്സ് ക്ലിയർ ആണ് ഇരിക്കുന്നത്. ഈ എക്സ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക 1 മൈനസ് എക്സ് കൊടുത്ത് അപ്പോൾ 0 to 1 ലോഗ് മുകളിൽ എന്താടാ 1 മൈനസ് 1 കട്ടാവും, ബാക്കിയുള്ള മൈനസ് എക്സ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഡി എക്സ്. ഇത് നോക്കിയേ, ഇതിനെ നേരെ റെസിപ്രോക്കൽ അല്ലേ ഇതിനകത്ത് വന്ന് നിൽക്കണേ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കും. 1 + 2 ആഡ് ചെയ്താൽ എന്താ കിട്ടുക 2i ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 രണ്ടിൻ്റെ ലിമിറ്റ് സെയിം അല്ലേ 0 to 1 രണ്ടും കൂടെ ആഡ് ചെയ്യുക ലോഗ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഡി എക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഇൻറ്റഗ്രൽ 0 to 1 ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി അല്ലേ. എടാ ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്യും 1 മൈനസ് എക്സ് ബൈ എക്സും എക്സ് ബൈ 1 മൈനസ് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി പോവും 1 ആയി പോവും, ഇതൊക്കെ കട്ടാവും. അപ്പോൾ എന്തായി ഇൻറ്റഗ്രൽ 0 to 1 ലോഗ് 1 ഡി എക്സ് എന്നായി. ലോഗ് 1ൻ്റെ വാല്യൂ എല്ലാവർക്കും അറിയാലോ, എത്ര 0 ആണ് വരെ ലോഗ് 1ൻ്റെ വാല്യൂ. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എത്ര കിട്ടുക 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്ര 0. 2i ഈക്വൽ 0 പൈ ഈക്വൽ ടു 0. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചുകൊണ്ട് ബോർഡ് എക്സാമിൻ്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടൈപ്പാണ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യനിൽ -π to π x⁻20 sin⁻9x ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ കണ്ടോ -π to π ഇതൊരു റിസൾട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് -a to a f(x) dx ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ രണ്ട് ടൈപ്പിലാണ്. ഒന്ന് ഇൻറ്റഗ്രൽ 0 to a f(x) dx വരും. അതെപ്പോഴാണ് വരിക f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 വരും. f(x) എന്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ഈ റിസൾട്ട് നമുക്ക് അറിയണം, ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഇതിനകത്ത് ഈ ഓടും ഈവൺ എങ്ങനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഒരു ഈവൺ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക, ഈവൺ ഫംഗ്ഷൻ അങ്ങനെയാണെങ്കിൽ f(-x) ഉണ്ടാക്കിയാൽ അതിൻ്റെ വാല്യൂ f(x) ആയിരിക്കും. എന്ന് വെച്ചാൽ f(x)ൽ x ഉള്ള സ്ഥലത്തൊക്കെ -x കൊടുത്താൽ അതിനെ ചുരുക്കിയാൽ നമുക്ക് അവസാനം എന്ത് തന്നെ കിട്ടണം f(x) തന്നെ കിട്ടണം, ഓഡ് ഫംഗ്ഷൻ. ഇതിനകത്ത് f(-x) x ഉള്ളിടത്തൊക്കെ -x കൊടുത്താൽ അവസാനം അത് എന്ത് ചെന്ന് നിൽക്കും -f(x)ൽ. ഇങ്ങനത്തെ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത് ഓഡ് ഫംഗ്ഷൻസ്. ഇതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നോട്ട് ചെയ്യേണ്ടത്. ഈവൺ ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഓഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ആൻസർ 0 ആണ്, ഈവൺ ഫംഗ്ഷൻ ആണ് 2 × 0 to a ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്ക്. ഈ ക്വസ്റ്റ്യനിൽ തന്ന ഫംഗ്ഷൻ ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടത് കൺഫേം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് തന്ന ഫംഗ്ഷൻ ഏതാടാ f(x) ഈക്വൽ ടു x⁻20 sin⁻9x അല്ലേ. ഞാൻ x ഉള്ള സ്ഥലത്ത് -x കൊടുക്കും. അപ്പോൾ എന്ത് വരും -x⁻20 sin⁻9 - x. എടാ ഇത് sin⁻x⁻9 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതി മനസ്സിലാവാൻ വേണ്ടിയിട്ട് -x⁻20 ഈ മൈനസ് പോവും, കാരണം പവർ എന്താണ് ഈവൺ പവറാണ്. അപ്പോൾ x⁻20 മാത്രമാവും. sin -x എന്നാൽ -sin⁻x ആയി, എന്നിട്ട് ⁻9 അല്ലേ. അപ്പോൾ ഇവിടെ x⁻20 ഇൻറ്റു ഈ മൈനസ് ഇവിടെ ഉണ്ടാവും, കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഇത് ഓഡ് പവറാണ്. അപ്പം -sin⁻9x ഇത് f(x) അല്ലേ. അപ്പം -f(x) ആയി. അപ്പോൾ ഇത് എന്ത് ടൈപ്പാണ് ഓഡാണ്. അപ്പോൾ ആൻസർ എത്ര വരിക 0. സി ആയിരിക്കും ആൻസർ. ഓഡാണോ ഈവൺ ആണോ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഏകദേശം എല്ലാം കവർ ആയിട്ടുണ്ട്. കുറേ ടൈപ്പ് പ്രോപ്പർട്ടീസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് നോട്ട് ചെയ്യും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ 1 + sin⁻x / 1 + cos⁻x e⁻x. ഓപ്ഷൻസ് കണ്ടോ നിങ്ങൾ e⁻x ഇൻറ്റു ഇതേ ടൈപ്പ് ആൻസർ വരുന്ന ഒന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. e⁻x ഇൻറ്റു f(x) + f'(x) dx ടൈപ്പ് വന്നാൽ ആൻസർ എന്താവും e⁻x ഇൻറ്റു f(x) + c. അതിനിവിടെ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കിട്ടണം. ഈ ടൈപ്പിലോട്ട് മാറ്റാൻ നമുക്ക് പറ്റണം. ഇവിടെ ഇപ്പം അങ്ങനെ അല്ലല്ലോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റിയിട്ട് ഇൻറ്റഗ്രൽ e⁻x ഇൻറ്റു 1 + എടാ താഴെയുള്ള 1 + cos⁻x എനിക്ക് 2 cos²x/2 എന്ന് എഴുതാൻ പറ്റും ട്രിഗ്നോമെട്രിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട്. മുകളിലുള്ള sin⁻x-നെ 2 sin⁻x/2 cos⁻x/2 എന്ന് എഴുതാം dx. അപ്പോൾ ഇതെന്താ ഇവിടെ ഇൻറ്റഗ്രൽ e⁻x ഇൻറ്റു 1/2 cos²x പ്ലസ് 2 sin⁻x/2 cos⁻x/2 2 cos²x/2. ഇവിടെ എന്താ സംഭവിക്കുക 2 കട്ടാവും, ഒരു cos⁻x/2 കട്ടാവും. ബാക്കിയുള്ള ഇൻറ്റഗ്രൽ e⁻x ഇൻറ്റു ഇത് sin⁻x/2 cos⁻x/2 എന്തായി tan⁻x/2 പ്ലസ് അടുത്തതോ 1/2 cos²x മേലോട്ട് എടുത്താൽ എന്തായി sec²x, റെസിപ്രോക്കൽ എടുത്താൽ എന്തായി sec²x ആയി. ഇത് നോക്കിയേ, ഇതാണ് ഫംഗ്ഷൻ f(x), അതിൻ്റെ ഡെറിവേറ്റീവ് ആണിത്. അതെങ്ങനെ
ടാൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു, സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു. ഓക്കെ, ഇവിടെ എക്സ് ബൈ ടു ഉണ്ടാവും കേട്ടോ, സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു. പിന്നെ ഈ എക്സ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് ഒരു 1/2. അപ്പോൾ ടാൻ എക്സ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് ടാൻ്റെത് സീക്ക് സ്ക്വയർ എക്സ് ബൈ ടു, എക്സ് ബൈ ടുവിൻ്റെ ഒരു 1/2. അപ്പോൾ ഇത് എഫ് ഓഫ് എക്സും ഇത് എഫ് ഡാഷ് ഓഫ് എക്സും ആണ്. അപ്പോൾ ആൻസർ എന്തായി? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആൻസർ എന്താ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് ബൈ ടു പ്ലസ് സി. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഈ ടൈപ്പ് ശരിക്കും ശ്രദ്ധിക്കണം, ക്വസ്റ്റനിൽ ചോദിക്കണതാണ്. സാധാരണ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കും, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റിസൾട്ട് ചോദിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചോദിക്കും വാട്ട് ഇസ് ദ റിസൾട്ട് ഓഫ് വാട്ട് വിൽ ബി ദി ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ വരിക. പിന്നെ പറയും ഇതിനെന്ത് ചെയ്യാൻ പറയും? ഇതിൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറയും. അവസാനത്തെ സ്റ്റെപ്പിൽ മൂന്നാമത്തെ ക്വസ്റ്റൻ ആയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നും. ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യനിൽ ഇ റൈസ് ടു എക്സ് മുകളിൽ താഴത്ത് ഇ റൈസ് ടു 2x + 1. ഇതിനാണെന്ന് മാറ്റി എഴുതിയാൽ മുകളിൽ ഇ റൈസ് ടു എക്സ് അല്ലേ, താഴെ ഇ റൈസ് ടു 2x എനിക്ക് ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ എന്ന് എഴുതാലോ. ഇ റൈസ് ടു എക്സിൻ്റെ സ്ക്വയർ ആണ് ഇ റൈസ് ടു 2x. എന്നിട്ട് ഞാൻ ഇവിടെ ഇ റൈസ് ടു എക്സ് ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് അല്ല ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇ റൈസ് ടു എക്സിന് ഞാൻ ടി കൊടുത്താൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ആയി മാറും. അപ്പോൾ മുകളിലുള്ള ഇ റൈസ് ടു എക്സും ഡി എക്സും കൂടെ എന്താവും? ഡി ടി. താഴെയുള്ളതോ ടി സ്ക്വയർ പ്ലസ് 1. ഇപ്പോൾ എന്തിൻ്റെ ഫോർമാറ്റാണ്? 1/1 + x² അല്ലേ. അതെന്തിൻ്റെ റിസൾട്ടാണ്? ടാൻ ഇൻവേഴ്സ് എക്സിന്. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. ടാൻ ഇൻവേഴ്സ് ടീൻ്റെ വാല്യൂ തിരിച്ചു കൊടുത്താൽ ഇ റൈസ് ടു എക്സ് പ്ലസ് സി. അപ്പോൾ ആൻസർ ഏതാ വരിക? സി ആയിരിക്കും വരിക. മറന്നു പോയത് 1/1 + x² ഫോർമാറ്റാണ്. 1/1 + x² എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്? ടാൻ ഇൻവേഴ്സിൻ്റെ. അപ്പോൾ ഇൻ്റഗ്രൽ 1/1 + x² എന്താവും? ടാൻ ഇൻവേഴ്സ് ടി. ടാൻ ഇൻവേഴ്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി. ഓക്കെ അല്ലേ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ കോസ് 4x ഇൻറ്റു സൈൻ 3x. ഇങ്ങനത്തെ ടൈപ്പ് വരുമ്പോൾ സൈന് കോസൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയിലെ റിസൾട്ട് യൂസ് ചെയ്യും. 2 sin A cos B, 2 cos A sin B, 2 sin A cos B, 2 cos A sin B, 2 cos A cos B -2 sin A sin B. ഇങ്ങനെ 4 എണ്ണത്തിന് റിസൾട്ട് ഉണ്ട്. സൈനും കോസും മിക്സ് ചെയ്ത് വരുന്നത്, സൈനും കോസും വരുന്നതും കോസും വരുന്നത്, സൈന് വരുന്നത്, 4 എണ്ണത്തിനും റിസൾട്ട് ഉണ്ട്. ഫസ്റ്റത്തേന് ആൻസർ വരിക sin A + B പ്ലസ് sin A - B. അടുത്ത് sin A + B മൈനസ് sin A - B. അടുത്ത് cos A + B പ്ലസ് cos A - B. അടുത്ത് cos A + B മൈനസ് cos A - B. ഇങ്ങനെ 4 റിസൾട്ടുകളുണ്ട്. ഇപ്പം തന്നതിനകത്ത് ആദ്യം കോസും പിന്നെ സൈനും അല്ലേ, അപ്പോൾ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഈ റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ, നോട്ട് ചെയ്യണം. എല്ലാ റിസൾട്ടുകളും ട്രിഗ്നോമെട്രിയിൽ പഠിച്ചാണ്. ഈ റിസൾട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വരണം? 2 cos 4x ഇൻറ്റു സൈൻ 3x എന്ന് വരണം. അതിനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 2 ഇട്ട് 1/2 ഇട്ട്. ഇപ്പോൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. 1/2 പുറത്തുണ്ടാവും. ഇതിനെന്താവും ഇവിടെ? സൈൻ A + B, സൈൻ A + B 7x മൈനസ് സൈൻ A - B 4x - 3x എത്രയായി? x. ഇതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സൈൻ 7xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 1/2 ഇൻറ്റു സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എത്രടാ? മൈനസ് കോസ് 7x. ഇനി എക്സിൻ്റെ കോഫിഷ്യൻ്റ് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്യേണ്ടി വരും. മൈനസ് സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ്. ഈ റിസൾട്ട് എല്ലാവർക്കും അറിയാമെന്നിരിക്കുന്നത്. ഇപ്പോൾ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സൈൻ എക്സ്. ഈ എക്സിന് പകരം ഒരു ലീനിയർ ഫംഗ്ഷൻ AX + B വന്നാൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സൈൻ AX + B എന്ന് കിട്ടും. എന്നിട്ട് ആ റിസൾട്ട് നമ്മൾ എന്തിനാണ്? കോസിന് ഇൻ്റഗ്രേറ്റ് നേരെ സൈന്. പിന്നെ ഈ AX + Bയിൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് എത്ര? A കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അതാണ് ഞാനിവിടെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തത്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ ആൻസർ ആയിട്ടുണ്ടാവും എത്ര? 1/2 മൈനസ് കോസ് 7x/7 പ്ലസ് കോസ് എക്സ്. ഈ ആൻസർ ഏതാണ് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, 1/2 കോസ് ഇടക്ക് പ്ലസ്. ഓക്കെ, ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത് 30ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇപ്പോൾ എല്ലാ ക്വസ്റ്റിനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 30 ക്വസ്റ്റിനാണ് ഇതിനകത്തുള്ളത്. എല്ലാ ക്വസ്റ്റിനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? നല്ലോണം ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇനിയുള്ള ആപ്ലിക്കേഷൻ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഇത് വേണം കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.